എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത് തിരുവനന്തപുരം സിറ്റിയിലെ ഒരു നല്ല ടൂറിസ്റ്റ് വില്ലേജായ വേളി ടൂറിസ്റ്റ് വില്ലേജിലേക്കാണ്. തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ നിന്നും 10 കിലോമീറ്റർ ദൂരവും വേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരത്തിലുമാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നല്ല മനോഹരമായ പൂക്കളും ബോട്ടിങ്ങും ട്രെയിൻ സവാരി, കുതിര സവാരി, കടൽ തീരം, കായലിൻ്റെ മുകളിൽ കൂടിയുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നിവ ഈ വില്ലേജിലുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് സമയം ചെലവഴിക്കാനുള്ള എല്ലാ മനോഹരമായ കാര്യങ്ങളും ഈ വില്ലേജിലുണ്ട്. ഒരു ട്രെയിൻ സർവീസ്, ചെറിയൊരു ട്രെയിൻ സർവീസ് ഈ വില്ലേജിനകത്ത് തന്നെയുണ്ട്. രാവിലെ 11 മണി മുതൽ 50 രൂപ ഒരാൾക്ക് നിരക്കിൽ ഈ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതാണ്. 15 മിനിറ്റോളം ഈ ട്രെയിൻ സർവീസ് യാത്ര തുടരും. വേളി വില്ലേജ് ടൂറിസ്റ്റ് വില്ലേജിൻ്റെ എല്ലാ ഭാഗത്തു കൂടെയും കവർ ചെയ്താണ് ഈ റെയിൽവേ കടന്നു പോകുന്നത്. ഇത് ഇലക്ട്രിക് റെയിൽവേ സിസ്റ്റമാണ്. ഇലക്ട്രിക് സിസ്റ്റം വെച്ചാണ് ഈ ട്രെയിൻ യാത്ര തിരിക്കുന്നത്. ഈ ടൂറിസ്റ്റ് വില്ലേജ് പ്രവർത്തന സമയം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. കായലും കടലും ചേരുന്ന പൊഴി ഈ ഭാഗത്ത് വളരെ മനോഹരമായി കാണാൻ പറ്റും. കടലും കായലും ചേരുന്ന സ്ഥലം അത് വേളിയിലാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആദ്യം മനോഹരമായ ഈ വില്ലേജും മറ്റുമെല്ലാം കണ്ട് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടി നമുക്ക് കായൽ കടന്ന് അക്കരെ വേളി ബീച്ചിലോട്ട് പോകാം. വേളി ബീച്ചിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആദ്യം നമ്മൾ കാണുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് പണ്ട് ഉപയോഗിച്ച ഡക്കോട്ട വിമാനം അതേപോലെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പലരും അവിടെ ഫോട്ടോ എടുക്കാനും മറ്റും അവിടെ നിൽക്കുന്ന നല്ല മനോഹരമായ ഒരു ചെറു വിമാനമാണ് അവിടെ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ചെറിയ ചെറിയ തടാകങ്ങളുണ്ട്. തടാകങ്ങളിൽ ബോട്ടിങ്, അതുപോലെ തന്നെ ശംഖിൻ്റെ രൂപങ്ങൾ, നല്ല മനോഹരമായ ശില്പങ്ങൾ തുടങ്ങിയവ, ആർട്ട് ശില്പങ്ങൾ കൊണ്ട് നല്ല വലിയ ശില്പങ്ങളും ഈ വില്ലേജിലുണ്ട്. കുട്ടികൾക്ക് കളിക്കാനായി ഒരു വലിയ ഏരിയ തന്നെ പ്ലേ ഗ്രൗണ്ടായിട്ടും ഊഞ്ഞാല്, ചെറുകാനുള്ള സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട്. മാത്രമല്ല നല്ല മനോഹരമായ ഗാർഡൻ അത് നല്ല പോലെ സംരക്ഷിച്ചിട്ടുണ്ട്. നല്ല കളർഫുള്ളാണ്, നല്ല പച്ചപ്പാണ്. എവിടെ നോക്കിയാലും നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് വേളി ടൂറിസ്റ്റ് വില്ലേജ്. രാവിലെ നിങ്ങൾക്ക് കുടുംബസമേതം വന്നു കഴിഞ്ഞാൽ ആഹാരവും സ്നാക്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കായലിൽ നിന്ന് കടലിലോട്ട് പോകുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിൻ്റെ കൂടെ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ഈ ട്രെയിൻ പോകുന്ന ഒരു പാലമാണ്. ആൾക്കാർക്ക് ഇവിടെ നടന്നു പോകാം. ഈ ടൂറിസ്റ്റ് വില്ലേജും വേളി കായലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതുവഴി വേണം നമുക്ക് ചെന്ന് കയറി ഉടനെ നേരത്തെ ഞാൻ പറഞ്ഞ എയർഫോഴ്സിൻ്റെ വിമാനം അവിടെ കാണാം. അവിടെ സെൽഫി എടുക്കാനും മറ്റുമൊക്കെ ശരിക്ക് തിരക്കുകളുണ്ട്. ഇന്ന് ഞാൻ പോയത് വർക്കിംഗ് ഡേയ്സിലാണ്, അതുകൊണ്ട് അവിടെ തിരക്ക് വളരെ കുറവാണ്. ശനി ഞായർ വൈകുന്നേരങ്ങളിൽ ഭയങ്കരമായ ആൾക്കാരാണ്, ഭയങ്കര ജനമാണ് അവിടെ ഉള്ളത്. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ വിമാനം. നല്ല രസമാണ് കാണാൻ, സെൽഫി എടുക്കാം. ഇത് അവിടുത്തെ സ്നാക്സും മറ്റും കാണുന്ന ഒരു വലിയ ഗ്രൗണ്ടാണ്. നമ്മൾ ബീച്ചിലോട്ട് എൻട്രി ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ഫിഷ് സ്പാ എന്ന് പറയുന്നത് അവിടെ ഒരു കാലിലെ ഡെത്ത് സെല്ലുകളെ ഈ മത്സ്യം കഴിക്കുമെന്നാണ് അത് അവകാശപ്പെടുന്നത്. 60 രൂപയാണ് ഒരാൾക്ക് അവിടെ ചാർജ് ചെയ്യുന്നത്. അതുപോലെ കുതിര ബീച്ചിൽ കൂടി ഹോഴ്സ് റൈഡ് നടത്താം. ഉച്ച സമയമായതുകൊണ്ട് ആൾക്കാരവിടെ ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട പൊഴി. കായലും കടലും കാണാം. കടലും കായലും ഇപ്പോൾ ഇന്ന് മുറിച്ച് വിട്ടിരിക്കുന്ന പൊഴി, ഇല്ലെങ്കിൽ മണ്ണിട്ടിട്ട പോലെ നിൽക്കും. മുറിച്ച് വിട്ട കാര്യം, ധാരാളം മഴ പെയ്ത് സിറ്റിയിൽ വെള്ളം കയറുമ്പോൾ ഈ പൊഴി മുറിക്കുമ്പോഴാണ് കായലിൽ നിന്ന് വെള്ളം കടലിലോട്ട് പോകുന്നത്. പക്ഷെ അവിടെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനുണ്ട്. നമ്മുടെ ഈ
വരുന്ന യാത്രയിൽ വരുന്നത്. പിന്നെ ഇത് ഫ്ലോട്ടിംഗ് ഓഡിറ്റോറിയം, ഓപ്പൺ എയർ ഓഡിറ്റോറിയമാണ്. വൈകുന്നേരങ്ങളിൽ ഈ ഓഡിറ്റോറിയത്തിൽ ആൾക്കാർക്ക് ഗാലറി ഇരിക്കുകയും ഈ കാണുന്ന ഫ്ലോട്ടിംഗ് സ്റ്റേജിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്യും. ഇത് ബോട്ട് സർവീസാണ്. ഇത് ഉച്ചയ്ക്ക് 2 മണിക്കും ശേഷമാണ് ബോട്ട് സർവീസ് തുടങ്ങുന്നത്. ബോട്ട് സർവീസ് ഇന്ന് ഈ തിരക്കില്ലാത്തത് ഞാൻ വർക്കിംഗ് ഡേയ്സിൽ പോയി ഷൂട്ട് ചെയ്തതുകൊണ്ട്. ഈ ഇവിടെ വാട്ടർ സ്പോർട്സും മറ്റുമൊക്കെ ഉണ്ട്. നിങ്ങൾ എല്ലാവരും വന്ന് കാണണം. ബൈ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.